എന്താ ഇവിടെ? ഈടെന്നാ പ്രശ്നം? എന്റെ വണ്ടി എന്താന്ന് ഇവിടെ നിർത്തിയേക്കുന്നത്? വണ്ടി റോട്ടുമല്ലാണ്ട് പിന്നീട് നിർത്തുക. അപ്പൊ നീ പണിക്കായിട്ട് തന്നെ ഇറങ്ങിയതാന്ന്? ഞങ്ങളുടെ നാഗേട്ടന്റെ പയ്യാല നടന്ന് കൊല്ലാൻ കാട്ടിക്കൊടുത്ത് ഇയ്യാന്ന് നിനക്കറിയാം. ഇനി അറിയാ എന്നെ നിക്കത്തെ പ്രാന്ത ഒരു ഓട്ടം വന്നാണെങ്കിൽ. ഹലോ നീ ഏടാ? എന്നാ പിന്നെ എന്നെ എടുത്തിട്ട് പോസ്റ്റ് ആക്കണം. ഞാൻ വരുന്നു. എല്ലാം വേണ്ടെന്ന് വെച്ച് ഒതുങ്ങിയത് പേടിച്ചിട്ടല്ല. കളിക്കാൻ നിക്കരുത്, നേർക്കൊന്നും വിടൂല. നീ ഞാടെ കരകരെ തീർത്ത സുമേഷിനൊപ്പം നീ ഉണ്ടായിരുന്നിട്ടാ നിങ്ങളെടേക്കാ? വീടിലേക്കാ? റേഷൻ വാങ്ങാൻ. എന്തേ? നടക്കുപ്പാ, നടന്നിട്ട് പറയാം. നീ എടുത്തിയാ? ഞാനിവിടെയൊന്നും അല്ല, പക്ഷെ സുമേഷിന് എന്നെ അറിയാം. അല്ല, നിങ്ങൾ സുമേഷിന്റെ അമ്മയല്ലേ? നിങ്ങൾ തന്നെയല്ലോ ഓനെ പറ്റി. പേറാതവനെ ഛർദിക്കോ? അല്ല അനക്കിപ്പോ എന്താ വേണ്ടേ? കനകനെ ഓൻ്റെ അമ്മ ഛർദിച്ചൊന്നുമല്ലപ്പാ, പെറ്റ തന്നെയാ. കനകനെ സുമേഷ് കൊത്തിക്കൊന്നിട്ടില്ലേ? ആ കനകൻ. പാമ്പിനെ പെറ്റോള് പെരുവഴി അടിക്കണമെന്ന് പണ്ടുള്ളവർ പറയലുണ്ട്. ഇല്ലെങ്കിൽ ഏഴജാതി മക്കൾ ചപ്പിലിൽ ഒളിച്ചിരുന്നിട്ട് വെയ്യെ പോകുന്നവരെ കൊത്തോലും. അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ പെറ്റോളെന്നെ പെരുവഴി അടിക്കണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല. നോക്കിയാട്ടെ, ഇവിടെ എത്രയാ കാട്ടും പൊടിയും. അതിനുള്ളങ്ങ് അനുഭവിക്കണ്ടേ? ഓനെ പെറ്റ കുറ്റത്തിന് നിങ്ങൾ അനുഭവിക്കേണ്ടതല്ലേ? അത് വെറൊരു സ്ത്രീ അല്ല സഖാവേ, പാർട്ടിക്ക് വേണ്ടി അകത്തെടുക്കുന്ന ഒരു ചെക്കൻ്റെ അമ്മയാ. നിങ്ങൾക്കും പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. ഒന്ന് വേഗം വിടും രമേശ. ഇല്ല 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 പോടും. ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു വെക്കണം കേട്ടോ. എല്ലാം വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കണം. എല്ലാവരും അങ്ങോട്ട് മാറിപ്പോയിക്കോ. നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, അത് മതി. വീടല്ലേ, അത് നമ്മൾ ഉണ്ടാക്കും. വാർക്ക ചുറ്റോറ ഇരുമ്പിന്റെ ഗ്രില്ലിട്ട വീട്, അത് പൊളിക്കാൻ വരട്ടെ നായ്ക്കൾ. വരട്ടെ വരട്ടെ എന്ന് വിചാരിക്കുമ്പോ പിന്നെയും കയറി വരിക നായിന്റെ മക്കള്. അനക്കനി എന്താ വേണ്ടത്? അമ്മണിയേച്ചിന്റെ മൊഴി എടുത്തില്ല, പരാതി കിട്ടിയാല്. അമ്മണിയേച്ചിക്ക് ഒരു പരാതിയില്ല. അമ്മണിയേച്ചിക്ക് നിങ്ങളെ സഹായവും ആവശ്യമില്ല, മനസ്സിലായിനാ? നീ എന്റെ ചെക്കനോട് ചെയ്ത സഹായം ഞാൻ മറന്നിട്ടില്ലേ ചന്ദ്ര? പോയിട്. എന്നിട്ട് നിങ്ങളെ കൂട്ടത്തിലുള്ള ഓരോ ചാരന്മാരുണ്ടല്ലോ, അവരോട് പറഞ്ഞേക്ക് ഇതിവിടെ നിർത്തിയാ കൊള്ളാം. ഇല്ലെങ്കിൽ ഒരറ്റത്തുനിന്ന് തല വീണ് തുടങ്ങിയ അതിന് അന്തമുണ്ടാകില്ല. അനക്കെ തിരിഞ്ഞിനാ ചന്ദ്ര, അനക്ക് തിരിഞ്ഞിനാന്ന്. പോട്, എല്ലാരെയും വിളിച്ചിട്ട് പോടെന്ന്. ആളെ തിരിഞ്ഞു സതല്ല. ഹരിചന്ദ്രനും ലക്ഷ്മണനും പിള്ളേരും എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. നീ ആദ്യം പോയിട്ട് ഒരു കാറ് വിളിക്ക്. ഇതോടെ വെച്ചോ. ഈ കാറിനകത്ത് സാധനം വിടും. ഇപ്പോഴത്തെ നിന്റെ കണ്ടീഷനിൽ നിനക്കിവിടെ ഒരു അമ്മേൻ്റെ ആവശ്യമുണ്ട്. നിന്റെ പ്രസവമാകുമ്പോഴേക്കും അമ്മണിയേച്ചീൻ്റെ പുറപ്പണിയും കഴിയും. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയോന്നുണ്ടാ. കുറച്ചുകാലം ഇവിടെ കഴിയുമ്പോൾ അത് മാറിക്കോളും. നിന്റെ മനസ്സിന് നല്ല ബലം വരും. മോള് പ്രസവിക്കുന്ന കുഞ്ഞിക്കും ആ മനസ്സുറപ്പുണ്ടാവും. കാരണം എന്താ അറിയോ, ഇവിടുത്തെ കുഞ്ഞുങ്ങ സിനിമാ പാട്ട് കേട്ടല്ല വളരുന്നത്, ഇൻകുലാബ് സിന്ദാബാദ് കേട്ടിട്ടാ. അമ്മനേച്ചി വാ, അകത്തേക്ക് പോവാം.
കുടിക്കാൻ തരട്ടു. ഷാനു, ഓ ഇന്നത്തെ ഈ സംഭവത്തിൽ അനക്കൊരു കാര്യം തിരിഞ്ഞിനാ. ഏ കനകരാജൻ വധത്തിൽ സുമേഷിനെ മാത്രം അവർ പ്രതിയായിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആദ്യം ബോംബെറിയേണ്ട എൻ്റെ വീടിനാ. വെള്ളം ഇട വെച്ചിട്ടുണ്ടേ. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായല്ലേ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളവിടെ വന്ന് നിന്നപ്പോൾ അമ്മണീച്ച് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഷാനു, ആ സുമേഷിൻ്റെ കയ്യിലിരിപ്പ് നല്ലതല്ലാത്തതുകൊണ്ടല്ലേ അമ്മണീച്ചിക്ക് അവസ്ഥ വന്ന. ഈ അവൻ ഇടയ്ക്കിടയ്ക്ക് ന്യായീകരിച്ച് പറയുന്ന കേൾക്കാലോ. എന്ത് കാര്യത്തിനാ? എന്തേലും കാരണം ഉണ്ടാവപ്പാ. ഇനി അതേ ഈ സിഗരറ്റിൻ്റെ പുക കുഞ്ഞിക്ക് നല്ലതല്ല. നിനക്ക് നല്ലതാണോ? മാണ ഷാനു, നീ ഇത്ര ആക്റ്റീവ് പൊളിറ്റിക്കലാന്ന് നിനക്ക് അറിയില്ലേനു. എന്താ ഞങ്ങളടാ ഇനി ഇതുവരെ കിടന്നില്ല പായ. ഞാൻ അജിയാന്ന്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ കാവലുണ്ട്. ഓരുടെ പരിപാടി എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞ സായിട്ടണ. സഖാവ് പോയി കിടന്നോ? നമ്മൾ ഈടൊക്കെ തന്നെ ഉണ്ട്. അപ്പുറത്തെ വഴിയിൽ നമ്മളെ ആൾക്കാരുണ്ട്. ഷാനു, ഈ പോയി കിടന്നോ സമാധാനായിട്ട്. ഒന്ന് ഉറങ്ങണേ പോലും പുറത്ത് ആള് കാവല് വേണമെന്ന് പറയുന്നത് സമാധാനമല്ലടാ, സമാധാന കേടാ. ആരായിരുന്നു അവിടെ? എന്തേലും പ്രശ്നമുണ്ടോ? അത് നമ്മുടെ അജയ് ശ്രീതും സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് പോണവര് വെറുതെ. ഞാനിവിടെ നിന്നാ നിങ്ങൾക്കും കൂടെ അപകടമാവോ മോനെ? എന്ത് അപകടം? നിങ്ങൾ എന്തെല്ലോ പറയല്ലോ അമ്മണീജി. നിങ്ങൾ പോയി കിടന്നുറങ്ങും. ശരി. ഇനി കിടന്നില്ലേ? അമ്മണീച്ചിക്കൊരു പേടി. ഓരോട് നിൽക്കുന്നുണ്ട് നമുക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് പേടിയുണ്ടാ? എനക്കെന്തിനു പേടി? എൻ്റെ തലക്കെന്താ? വാ കിടക്ക.